മലയാളി എന്ന് പറയുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ 3% വരുന്ന മനുഷ്യർ മൊത്തം ഇന്ത്യയുടെ മരുന്നുൽപാദനത്തിന്റെ 20% തിന്നു തീർക്കുന്നു എന്ന് പറയുമ്പോഴുള്ള ആരോഗ്യ സങ്കല്പം ഒന്ന് ആലോചിച്ചു. ഇതാണ് ഭീകരത. ഇതിനേക്കാളും ഭീകരതയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം മലയാളി കുടിച്ചു തീർക്കുന്ന മദ്യത്തിന്റെ കണക്ക് വെച്ച് നോക്കിയാൽ അതിന്റെ 2% വൈൻ ഉൽപ്പാദിപ്പിച്ചിട്ട് ഈ മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത ഇവിടുത്തെ കാർഷിക പ്രശ്നങ്ങളിൽ ഒരു പരിധിവരെ പരിഹാരമുണ്ട്. ഗതികേട് കൊണ്ട് പണിയെടുക്കുന്ന മലയാളിയാണ് നമ്മൾ. പണം എന്ന് പറയുന്ന ഒരു വിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ്. വിനിമയം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഡിസൈൻ ചെയ്തൊരു മെറ്റീരിയലിനെ നമ്മളതിനെ സമ്പത്തായിട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് സമ്പത്ത് എന്നുള്ള പേരിൽ കറൻസി കറൻസി ശേഖരിച്ച് വയ്ക്കാവുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് തൊഴിലിനെ കാണുക ചെയ്യുന്നത്. തൊഴിലെടുക്കുന്ന മനുഷ്യർക്ക് തൊഴിലിന്റെ ഇടങ്ങളിൽ ആനന്ദമില്ല. മുഷിഞ്ഞാണ് എല്ലാ തൊഴിലിടങ്ങളിലും മനുഷ്യർ ജീവിക്കുന്നത്. അവരുടെ ജീവിതം അന്വേഷിക്കാൻ തിരിച്ചു വരുമ്പോഴേക്കും അവർ ഏതാണ്ട് അവശതയായിട്ടുണ്ടാവും. 6 മാസം മഴയുള്ള ഒരു നാട്ടിൽ നമ്മൾ കുട്ടികളെ മഴയത്ത് കുളിക്കാൻ വിടില്ല. പക്ഷെ നമ്മളുടെ ബാത്റൂമിനകത്ത് 2 ഇഞ്ച് സ്ക്വയറിലെ ഷവറുകളാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് മഴയിൽ നിന്ന് കുളിക്കുന്നത് പോലെ അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോഴും കെട്ടിടത്തിൻ്റെ അകത്തിരുത്തി 60-40 കുട്ടികളെ ഒരുമിച്ചിരുത്തി പഠിപ്പിച്ച് കളയാമെന്ന് തീരുമാനിക്കുന്ന എന്തൊരു അബദ്ധമായ തീരുമാനങ്ങളാണ്. ലോകം വികസിച്ചിട്ടുണ്ട്. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞു ടൂൾ കൊണ്ട് നമ്മൾ 2.5 കൊല്ലം കൊറോണ സമയത്ത് ഈ കുട്ടികളെ പഠിപ്പിച്ച് 99% വിജയിച്ചു എന്ന് അവകാശപ്പെടുന്ന നമ്മളാണ് ആ കാലം കഴിഞ്ഞപ്പോൾ ഉടനെ ആ ടൂളിനെ പറ്റി അവരോട് ആക്ഷേപം പറഞ്ഞു. അതിൽ വരുന്ന സാധനങ്ങളൊക്കെ മോശമാണെന്ന് പറഞ്ഞു. ഒരു പൗരബോധത്തോടെ ഉത്തരവാദിത്തോടെ ഒരു പൗരനായി ജീവിക്കാൻ അവനെ പ്രാപ്തമാക്കുന്ന ഒരു പ്രോസസ്സിനെ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് 18 കൊല്ലമൊന്നും ആവശ്യമില്ലെന്നേ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും ബിഹൈൻഡ് ദ സക്സസിലേക്ക് സ്വാഗതം. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലിവിങ് എന്താണ്, ഇതെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ആംബ്രോസ് ചേട്ടനും മിനി ചേച്ചിയാണ്. ഹലോ, നമസ്കാരം. ശരി ആംബ്രോസ് ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു സസ്റ്റൈനബിൾ ലിവിങ് എന്നുള്ളൊരു തോട്ട് ചേട്ടൻ്റെ മനസ്സിലേക്ക് വന്നത്? ഞാൻ വൈപ്പിൻ സ്വദേശിയാണ്. ജലത ദുരിതമുള്ളൊരു കാലത്താണ് എന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്നെ പഠിപ്പിച്ച ഒരു കാരണം. നഗരം ഇത്ര തൊട്ടടുത്ത് നിൽക്കുമ്പോഴും നഗരത്തിൻ്റെ ആവശ്യങ്ങളെ കഴിഞ്ഞതിന് ശേഷം ഈ പ്രാന്തപ്രദേശങ്ങളിലേക്ക് വെള്ളം വിടുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു, ഒരു പ്രവർത്തനമായിരുന്നു. ഇവിടുത്തെ രീതികൾ നമ്മളുടെ പ്രാഥമിക ആവശ്യങ്ങളെപ്പോലും പരിഗണിക്കാത്ത ഒരു ഭരണകൂടം നമുക്കുണ്ട്. നമ്മൾ ആ വ്യവസ്ഥിതിക്കകത്ത് തന്നെയാണ് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ധാർമ്മിക ബോധത്തിൻ്റെ ഒരു പൗരൻ എന്നുള്ളതിൽ എന്നെ വളരെയധികം ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ നിന്നാണ് ഞാൻ പ്രതിരോധങ്ങൾ എങ്ങനെയാണ് മനുഷ്യരിൽ രൂപപ്പെടുന്നതെന്ന് വെച്ചാൽ പ്രതിരോധിച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും 6-7 വർഷം പ്രതിരോധിച്ചു എന്ന് മാത്രമല്ല, കുടിവെള്ളം വേണമെന്നാവശ്യപ്പെട്ട് ഞങ്ങളൊരു 14 പേര് വൈപ്പിനിൽ നിന്ന് അന്താരാഷ്ട്ര സ്റ്റേഡിയം കെട്ടിയടച്ച് വാട്ടർ ടാങ്ക് ആക്കണമെന്നുള്ളൊരു സിംബോളിക്കായിട്ടുള്ളൊരു സമരത്തിൻ്റെ ഭാഗമായി ഒരു കൊലശ്ശേരിയും ഒരു ചട്ടിയും ഒരു മൺമട്ടിയും കൊണ്ട് ഞങ്ങൾ 14 പേര് സമരം നടത്താനായിട്ട് വൈപ്പിനിൽ നിന്ന് ചെങ്കാറിന് എറണാകുളം ഹൈക്കോർട്ടിലേക്ക് അടക്കുമ്പോൾ ഒരു 400ഓളം പോലീസുകാരും ഇടിവണ്ടികളുമായിട്ട് ഞങ്ങൾ വന്ന് 14 ദിവസം പിടിച്ചകത്തിട്ട് ജയിലിലിട്ടു. ഞങ്ങളെ 24 വയസ്സുണ്ട് ആ സമയത്ത്. 2 പെൺകുട്ടികളടക്കം, ഞങ്ങളുടെ സഹപ്രവർത്തകരായ 2 കുട്ടികളടക്കം 14 വരെ ജയിലിലിട്ടു. അത്രത്തോളം ഭീരുത്വം ഉണ്ട് നമ്മളുടെ ഭരണകൂടങ്ങൾക്ക്. കാരണം സത്യം വിളിച്ചു പറയുന്ന മനുഷ്യരോട്, പ്രതിരോധിക്കുന്ന മനുഷ്യരോട് ഒക്കെ ഭരണകൂടം ചെയ്തിരുന്ന പ്രക്രിയ അത് തന്നെയാണ്. ഇന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ പറയുന്നത്, എന്നെ അത്തരം ധാർമ്മിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുടെ പ്രതിസന്ധികളും അവരുടെ പ്രശ്നങ്ങളും കണ്ടുകൊണ്ടായിരുന്നു. അങ്ങനെ വെള്ളത്തിൻ്റെ വില നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. സസ്റ്റൈനബിൾ ലിവിങ് അതിലൂടെ കുറേ പേരിലേക്ക് നിങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഗുണങ്ങൾ മാത്രമാണ്. ഏറ്റവും ഈസിയായിട്ട് നമ്മുടെ കേരളത്തിൽ നമുക്ക് കിട്ടുന്ന വെള്ളത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ വ്യക്തി എന്നുള്ള നിലയിൽ അത് തന്നെ ആയിരിക്കും ചേട്ടാ അതിനുള്ള കാരണം? തീർച്ചയായിട്ടും അത് കേരളീയൻ അല്ലെ മലയാളി ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്തൊരു യാഥാർത്ഥ്യമാണ്. ജലസ്രോതസ്സുകൾ നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ ഇത്തരം പുഴകളും നദികളും ഒക്കെ ഉണ്ടായിരിക്കുക തന്നെ നമ്മൾ അതിനോട് കാണിക്കുന്ന ഒരു അനീതിയുണ്ട്. ജലത്തോട് കാണിക്കുന്ന അനീതി അതൊരു പ്രകൃതി വിഭവമാണ്, അതൊരു പൊതു സ്വത്താണെന്നുള്ള വിചാരത്തിൽ നമ്മളതിനെ സമീപിക്കുന്നേ ഇല്ല. വെള്ളം അടിസ്ഥാനപരമായിട്ട് അതൊരു പൊതു സ്വത്താണെന്ന് അംഗീകരിക്കാത്തിടത്തോളം കാലം നമ്മളതിൻ്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടേയിരിക്കും. ടെക്നോളജി എന്ന് പറയുന്നത് മനുഷ്യരെ സഹായിക്കാനുള്ളതാണ്. വിഭവങ്ങളെ ചൂഷണം ചെയ്യാനായിട്ടുള്ളതോ ദൂർത്തടിക്കാനുള്ളതോ ആകാത്ത രീതിയിൽ അതിനെ ഉപയോഗിക്കാനായിട്ടുള്ള രീതി നമ്മൾക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ കേരളത്തിൽ ഇത്രത്തോളം മഴയുള്ളൊരു നാട്, 6 മാസം മഴയുള്ളൊരു നാട്ടിൽ നമ്മൾ കുട്ടികളെ മഴയത്ത് കുളിക്കാൻ വിടില്ല.
പക്ഷെ നമ്മളുടെ ബാത്റൂമുകൾ ഇപ്പം നോക്കുമ്പോൾ എല്ലാ പുതിയ വീടുകളും ഉണ്ടാക്കുമ്പോഴും ബാത്റൂമിനകത്ത് 2 ഇഞ്ച് സ്ക്വയറിലെ ഷവറുകളാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് മഴയിൽ നിന്ന് കുളിക്കുന്നത് പോലെ അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾക്കൊരു 20-25 കൊല്ലത്തിന് മുമ്പ് 2 ഇഞ്ചോ 3 ഇഞ്ചോ വലിപ്പം ഉണ്ടായിരുന്ന ഒരു ഷവറിൽ നിന്ന് 25 കൊല്ലം കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത് പുരോഗതിയാണ് ഞാൻ ഈ പറഞ്ഞത്. മലയാളി എന്ന് പറയുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ 3% വരുന്ന മനുഷ്യർ ഇന്ത്യയിലെ മരുന്നുൽപാദനത്തിൻ്റെ 20% തിന്നു തീർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു 20 കൊല്ലത്തിന് മുമ്പുള്ള പഠനമാണ്, എൻ്റെ അറിവാണ്. ഇന്നതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 3% വരുന്ന കേരളത്തിലെ മലയാളി മൊത്തം ഇന്ത്യയുടെ മരുന്നുൽപാദനത്തിൻ്റെ 20% തിന്നു തീർക്കുന്നു എന്ന് പറയുമ്പോഴുള്ള ആരോഗ്യസങ്കല്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ഭീകരത. ഇതിനേക്കാളും ഭീകരതയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ രീതികളിലേക്ക്, വ്യവസായവൽക്കരിക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മളുടെ എല്ലാത്തരം പ്രക്രിയകളും മാറിപ്പോകുന്നതിലുള്ള ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ആവശ്യങ്ങളെയാണോ തൃപ്തിപ്പെടുത്തുന്നത്, നമ്മളുടെ മോഹത്തെയാണോ തൃപ്തിപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. നമ്മൾക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. മനുഷ്യൻ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. നമ്മൾ അടിസ്ഥാനപരമായിട്ട് നിയന്ത്രിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. ആ നിയന്ത്രണം ഈ വിഭവത്തിൽ മാത്രം, ഇത്തരം ജീവിത രീതികൾക്കകത്ത് മാത്രം നമ്മൾ നിയന്ത്രിക്കില്ല. കോപിക്കാൻ നമുക്ക് നിയന്ത്രണം ഉണ്ടല്ലോ. നമ്മളെക്കാൾ കൂടുതൽ ശക്തരായ ഒരു മനുഷ്യൻ്റെ മുന്നിൽ എങ്ങനെ കോപിക്കണം എന്നുള്ളതിനെപ്പറ്റി നിലപാടുണ്ട് നമുക്ക്. കാരണം അടി തിരിച്ചു കിട്ടുമല്ലോ. നിയന്ത്രിക്കാൻ നമുക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. നിയന്ത്രിക്കുന്നത് എനിക്ക് അപകടം ഉണ്ടാക്കുന്നിടത്തൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ അറിയാം. ഞാനൊരു വീട് നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ ചെയ്യണത്? എൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വീടല്ലല്ലോ ഞാൻ കെട്ടാൻ തീരുമാനിക്കുന്നത്. എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനെ കൊതിപ്പിക്കാനോ എൻ്റെ ആവശ്യങ്ങൾക്കും അപ്പുറത്തേക്കുള്ള ആർത്തിയെ തൃപ്തിപ്പെടുത്താനോ ഞാൻ ഉണ്ടാക്കുന്ന വീടുകളായി കഴിഞ്ഞു കേരളത്തിൽ. ഇപ്പോൾ പലപ്പോഴും പറയും ഞാൻ പ്രകൃതി സ്നേഹിയാണ് എന്നൊക്കെ പറയും. വെറുതെ ആവശ്യമില്ലാത്ത ഈ പ്രകൃതി സ്നേഹി എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം കൊണ്ടല്ല ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരാണ് നഗരത്തിലുള്ളവരും. അതൊരു വലിയ വേറൊരു ലോകവും. ഞങ്ങൾ കുറച്ചുകൂടി പുൽമേടുകളും പച്ചപ്പുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ് പ്രകൃതി സ്നേഹികളെന്നൊന്നും ധരിക്കേണ്ട ആവശ്യമില്ല. ഈ നഗരത്തിൽ നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് ബാഗുമായിട്ട് നിങ്ങൾ കടയിൽ നിന്ന് തിരിച്ചു പോരണ്ടെന്ന് തീരുമാനം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് 250-300 ഗ്രാമുള്ളൊരു മൊബൈൽ 365 ദിവസവും 24 മണിക്കൂറും ചുമന്നുകൊണ്ട് കിടക്കുന്ന നമ്മൾക്ക് ഒരു സഞ്ചി കരുതാൻ എന്താ ബുദ്ധിമുട്ട്? കേരളത്തിൽ ഇന്ന് വണ്ടികളില്ലാത്ത മനുഷ്യർ കുറവല്ലേ? അതിനകത്തൊരു പാല് മേടിക്കാൻ പോകുമ്പോൾ പോലും മലയാളി ഇന്ന് ഒരു കവർ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അതിലിട്ടുണ്ട് വരും. ഇതൊരു സാമൂഹ്യ ഉത്തരവാദിത്തമാണെന്നേ. ഈ ഒരു ചിന്ത പോലും സാമൂഹ്യ, ഇത് നഗരത്തിലുള്ള മനുഷ്യർക്കും ചെയ്യാമല്ലോ. അതെ, ചേട്ടൻ ഈ ഒരു നിലപാടിൽ നിൽക്കുമ്പോൾ ചേച്ചി കൂടെ കൂടി കഴിഞ്ഞതിന് ശേഷം ചേച്ചി വേറെ തന്നെ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു അറ്റ്മോസ്ഫിയറിൽ നിന്നും വേറൊരു ആംബിയൻസിൽ വളർന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ ചിന്താഗതി ഇങ്ങനെയാണ്. ഇത് മനസ്സിലാക്കി തന്നെയായിരുന്നോ? നിങ്ങളുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അറിയായിരുന്നു. അപ്പം പെണ്ണ് കാണാൻ വന്ന സമയത്ത് തന്നെ ആംബ്രോസ് ചേട്ടൻ പറഞ്ഞോ, സി മിനി, ഇതൊക്കെയാണ് എന്റെ ഒരു ചിട്ട രീതി, കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അല്ല, എന്റെ രീതികളല്ല പറഞ്ഞിരിക്കുന്നത്, എന്റെ ഇല്ലായ്മകളൊക്കെ ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഇന്ന സാധനങ്ങളില്ല, കറണ്ട് ഇല്ല, ഫസ്റ്റ് അതാ. കറണ്ട് ഇല്ല, പിന്നെ കറണ്ട് ഇല്ല, ഗ്യാസ് ഇല്ല, വാട്ടർ കണക്ഷൻ ഇല്ല, എന്റെ വീട്ടിലെല്ലാം ടെലിവിഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരാള് വിനിച്ചേക്ക്, അതും ഇപ്പൊ നമുക്കറിയാം. ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലല്ലേ, കുറച്ച് വർഷങ്ങൾക്ക് 25 വർഷമായി ഇപ്പൊ കല്യാണം കഴിഞ്ഞു. 25 വർഷം എന്ന് പറയുമ്പോഴും അന്നേരം എല്ലാരും എല്ലാ സുഖങ്ങളുടെയും നിൽക്കുന്ന ഇത് തന്നെയാണല്ലോ. ചേച്ചി എങ്ങനെ അതിലേക്ക് അഡാപ്റ്റഡ് ആയി? ഇതെല്ലാം കേട്ടപ്പോഴും ചേച്ചി ഓക്കെ ആയിരുന്നോ കല്യാണത്തിന്? ഞാൻ വീട്ടിലെ ഇളയാളാ. അപ്പൊ എല്ലാരും കൂടി അന്വേഷിക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ആള് നല്ല, വേറെ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത, വലിക്കലില്ല, അങ്ങനെ ഒന്നുമില്ല. ചേട്ടൻ അന്നേരം എന്തായിരുന്നു ജോലി? ഞാൻ ബേസിക്കലി മെയ്സനാണ്, കൽപ്പണിക്കാരനാണ്. അന്ന് അതപ്പോ ചെയ്യുന്നുണ്ടായിരുന്നു. അതനുസരിച്ചായിരുന്നു കൽപ്പണിക്കാരൻ എന്ന നിലയിലാണ് എന്നെ കല്യാണാലോചന വന്നത്. പിന്നെ അതിനുശേഷം ഇതിങ്ങനെ പ്രവർത്തനത്തിലങ്ങ് നടക്കണമെന്ന് ചേച്ചി പറഞ്ഞറിവുണ്ട്. ചേച്ചിമാരൊക്കെ പറഞ്ഞിങ്ങനെ പോവാറുണ്ടെന്നൊക്കെ പറഞ്ഞ് അതറിയാം. അല്ലാതെ പിന്നെ ഈ ദുശീലങ്ങളൊന്നും ഇല്ലല്ലോ എന്നാലോചിച്ച് കല്യാണത്തിന് അങ്ങ് ചേച്ചി സമ്മതിച്ചു. ഓഫർ എന്ന് പറഞ്ഞാലേ, ഈ ഞാൻ പൊതുവെ ഇങ്ങനെയൊക്കെ പ്രവർത്തനങ്ങളിൽ നടത്തിയിരുന്നല്ല 6-7 കൊല്ലം. അപ്പൊ പൊതുവെ നമുക്കറിയാലോ സമൂഹം എങ്ങനെയായിരിക്കും നമ്മളെ വിലയിരുത്തുക. പണിക്കൊന്നും പോവില്ല, നമുക്ക് പണി അറിയാത്തതുകൊണ്ട് ഇങ്ങനെ 7 വർഷം വെറുതെ നടന്നല്ലോ. അപ്പൊ പൊതുവെ അങ്ങനെ ഒരു ധാരണ ഉണ്ടല്ലോ. അപ്പൊ ഇവളോട് പറഞ്ഞ് നന്നായിക്കോളും കല്യാണം കഴിയുമ്പോ എന്നാ പറഞ്ഞത്. അത് വലിയൊരു ഓഫറാണല്ലോ. ശരിയാവുമായിരിക്കും. കറണ്ട് ഇല്ല എന്നുള്ളതൊക്കെ വന്നപ്പോ തന്നെ പിന്നെ കുഴപ്പമൊന്നുമില്ല. ആളെ കൊണ്ട് വേറെ
ഇതൊന്നും ഇല്ലാത്ത ആളാന്നൊക്കെ പറയും. ചേച്ചി പറയുമ്പോഴെല്ലാം ഇതാണ്, പക്ഷെ ജീവിതത്തിലേക്ക് നമ്മൾ ആ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ആ സിറ്റുവേഷനായിട്ട്, കാരണം കണ്ടോ കേട്ടോ ചേച്ചിക്ക് ശീലമില്ലാത്ത പല കാര്യങ്ങളും ചേച്ചിക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഈസി ആയിരുന്നോ? അത് ഇപ്പോഴൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഫോണിലൂടെ പെണ്ണ് കല്യാണത്തിന് അവിടെ കാണാൻ ചെല്ലും, ചെറുക്കൻ്റെ വീട് കാണാൻ ഇപ്പോഴത്തെ പോകുന്നുണ്ട്. ആദ്യം അതൊന്നുമില്ലല്ലോ, ഒരു ഫോണിൽ പോലും കാണിച്ചു തന്നിട്ടില്ല വീട് ഏതാ. ചെന്ന് കുഴപ്പമില്ല, ചെന്നപ്പോൾ തന്നെ ചേട്ടൻ്റെ കല്യാണത്തിനൊക്കെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കറണ്ട് വലിച്ച് ചെയ്ത്, ഞങ്ങളുടെ അതിന് അതുമില്ല, പെട്രോമാക്സും ഓക്കെ അത് ഒരു ടർപോളിൻ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അവിടെ വിളക്ക് ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇത്തിരി ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്യാസ് ഒന്നും ഇല്ലല്ലോ, അടുപ്പല്ലേ, അപ്പൊ അതിലൊക്കെ പിന്നെ പിന്നെ അങ്ങ് അഡ്ജസ്റ്റഡ് ആയി തുടങ്ങി. പക്ഷെ എപ്പോഴെങ്കിലും ചേച്ചി തന്നെ ഇത് ഒരു ബുദ്ധിമുട്ടാണ്, എന്തിനാണ് എന്റെ അച്ഛൻ ഇതിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചേട്ടാ അതെനിക്കൊരു ഗിഫ്റ്റാണ്. ശരിക്കും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളെ സ്കൂളിൽ വിടണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കല്യാണത്തിന് മുമ്പേ. തീരുമാനിച്ചു, പക്ഷെ എന്നോടത് അത് പറഞ്ഞ എനിക്ക് ഉറപ്പല്ലേ, കേരളത്തിൽ നിന്ന് പെണ്ണ് കിട്ടില്ല ഉറപ്പല്ലേ. അതെന്തുകൊണ്ടാ ചേട്ടാ കുട്ടികളെ സ്കൂളിൽ വിടണ്ടെന്നൊരു തീരുമാനത്തിന് അങ്ങനെ? നിങ്ങൾക്ക് എത്ര കുട്ടികളെ? രണ്ടുപേരെ. മൂത്താള് 25 വയസ്സ്, മറ്റാള് 23 വയസ്സ്, രണ്ടും ആൺപിള്ളേര്, 2 പൗരന്മാരുണ്ട്. അല്ല കല്യാണം, ഞാനൊന്ന് കല്യാണം കഴിച്ചാൽ എന്റെ മക്കളെ ഞാൻ സ്കൂളിൽ വിടില്ല എന്ന് ചേട്ടൻ സ്കൂളിൽ പോയ ആളല്ലേ? അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? സ്കൂളിൽ പോയതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത്. ആ സ്കൂളിൽ എനിക്ക് കിട്ടിയിട്ടുള്ള, സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയതും എൻ്റെ ചുറ്റുപാട് നടക്കുന്ന സ്കൂളുകളിൽ നിന്ന് കിട്ടിയ മനുഷ്യരെയൊക്കെ എനിക്ക് പഠന വിഷയമാക്കാമല്ലോ. ആ 7 വർഷം സ്വാശ്രയത്തിന്റെ മൂവ്മെന്റില്ലേ, ചേട്ടൻ ഒന്നും നേടിയിട്ടില്ലെന്നാണോ പറയുന്നത്? അത് നേട്ടവും കോട്ടത്തിനെ പറ്റിയല്ല ഞാൻ വിചാരിക്കുന്നത്. നമ്മൾക്ക് സാധ്യതകളാണ്. ഒരു മനുഷ്യനെ പഠിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെ ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ അറിവിൻ്റെ പരിധിക്കകത്ത് നിന്നല്ലേ എനിക്ക് ആ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ്റെ സാധ്യത എന്ന് പറയുന്ന ആ കുട്ടിയിലുണ്ടെന്ന് തിരിച്ചറിയുന്ന ആളാണ് ഞാൻ. ഒരു മനുഷ്യനായിട്ട് ജനിക്കുമ്പോഴേ അയാളൊരു പൂർണ്ണനാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം എനിക്കുണ്ട്. കുട്ടികൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ കുട്ടികളെ നോക്കി മനസ്സിലാക്കുകയാണ് ചെയ്യണത്. അവരുടെ കാവൽക്കാരായിരിക്കാനുള്ള ഉത്തരവാദിത്തം മാത്രം നമ്മൾ ഏറ്റെടുത്താൽ പോലും നല്ലൊരു തലമുറ ഇവിടെ ഉണ്ടാവും. ഞാനത് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു കാരണം, നമ്മൾ വൈവിധ്യങ്ങളിൽ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളുടെ സമൂഹം നമ്മളെല്ലാവരെയും ഒരുപോലെ ആക്കാനും ഒരേപോലെ ചിന്തിപ്പിക്കാനും ഒരേപോലെ ജീവിത സൗകര്യങ്ങൾക്കകത്ത് നിലനിർത്താനും ശ്രമിക്കുന്നൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇപ്പോൾ നമുക്കുള്ളത്. ചുരുക്കി പറയാനേ പറ്റുള്ളൂ. വിദ്യാഭ്യാസമൊക്കെ പറഞ്ഞാൽ ഒരുപാട്, ഞാനൊരു വിദ്യാഭ്യാസ വിചക്ഷണനൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ കുട്ടികളെ സ്കൂളിൽ വിടണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ അത് ഏതെങ്കിലും മനുഷ്യർക്ക് മറ്റൊരു മോഡലായി മാറാൻ ശ്രമിച്ചൊരു ശ്രമമല്ല ഞങ്ങളുടെ വിദ്യാഭ്യാസം. അപ്പൊ ഇതുവരേക്കും 2 കുട്ടികളും സ്കൂളെന്ന് പറയുന്നത് കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ബാംഗ്ലൂരായിരിക്കുമ്പോൾ അവരുടെ ഭാഷ പഠനത്തിന് വേണ്ടിയിട്ട് സഹായിക്കാനായിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സ്കൂളുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സ്കൂൾ, ക്രിയേറ്റീവ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ടായിരുന്നു. അവിടെ ഒരു വിദ്യാഭ്യാസ രീതി എക്സാം ഓറിയൻറ്റഡ് അല്ല. അപ്പോൾ അവർ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി 2 വർഷം അവിടെ പോയി. ആ 2 വർഷം പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, 2ാമത്തെ വർഷമൊക്കെ ആ സ്കൂളിൻ്റെ രീതികൾ മാറി. അവരുടെയും നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നിട്ടുള്ള കുട്ടികളെയൊക്കെ എക്സാം ചെയ്യിക്കണമെന്നുള്ള രീതിയിലേക്ക് പാരൻറ്റുകൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ ആ രീതിയിലേക്ക് പോയി. അപ്പോഴേക്കും ഇവർ മുഷിയാൻ തുടങ്ങി. ഹോംവർക്കുകളായി. മറ്റതങ്ങനെ ആയിരുന്നില്ല ആ സ്കൂൾ. വെറുതെ പോകാം, അവിടെ കുട്ടികളായിട്ട് കൂട്ടിയിരുന്നിരിക്കും, വരക്കണമെങ്കിൽ വരക്കാം, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് ആ രീതിയിൽ ഉള്ളൊരു സൗകര്യമുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. പക്ഷെ അത് ഫ്യൂച്ചറിലേക്ക് പിന്നീട് 2ാമത്തെ വർഷം അവർ രണ്ടുപേരും ഡ്രോപ്പ്. അപ്പൊ ഈ 2 കുട്ടികളും അവരുടെ ചെറുപ്പകാലം അവരെങ്ങനെ നിങ്ങളുടെ കൂടെ വെറുതെ വീട്ടിലിരുന്നോ? എങ്ങനെയായിരുന്നു അവരുടെ വെറുതെ വീട്ടിലിരിക്കല്ലേ? അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരിൽ ചെയ്യാനായിട്ടുള്ള സമയം ധാരാളം ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് ടെലിവിഷൻ കട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ശരി. ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു മീഡിയം അതിനകത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് സമയങ്ങളുണ്ട്. അപ്പോൾ സമയങ്ങൾ അവരവരുടേതായ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ പൊതുവേ സ്വാഭാവികമായിട്ട് സമൂഹം ചോദിക്കുന്നവർ അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ടായോ? 4 മണിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കൂട്ടുകാർ അവർക്കുണ്ടായിരുന്നത് അവരുടെ വീട്ടിൽ, ഞങ്ങളുടെ വീടുകളാണ്. വീടെന്ന് പറയുന്നത് സ്വകാര്യ സ്പേസ് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാനുള്ളതും കൂടിയാണെന്നുള്ളൊരു ആശയം എനിക്കുണ്ടത്. അപ്പോൾ അവർക്ക് എഴുത്തും വായനയും ഒക്കെ
ബേസിക് ആയിട്ട് ബേസിക് ഞാൻ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. പഠിപ്പിച്ചു. ഓക്കെ, ചേച്ചി തന്നെ പഠിപ്പിച്ചു കൊടുത്തു. അവർക്ക് ഇപ്പൊ വായിക്കാൻ നന്നായിട്ട് അറിയാം, എഴുതാനും അറിയാം, ഇംഗ്ലീഷൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ അറിയാം. അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് അങ്ങനെ. പക്ഷെ അല്ല, അത് ഭാഷ പരിചയപ്പെടുത്തുക ചെയ്യണം, പഠിപ്പിക്കുകയല്ല ചെയ്യണത്. ഭാഷയെ പരിചയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പഠിക്കുകയും ചെയ്യണത്. നമ്മൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾക്കകത്ത് ലിമിറ്റേഷൻ ഉണ്ട്. ഒരാളുടെ ആവശ്യവും അയാളുടെ ആഗ്രഹങ്ങളും അയാളുടെ സാധ്യതകളും ഒക്കെ നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ടെന്നേ. ഇപ്പം ഞാൻ തീരുമാനിക്കുകയാണ് അയാൾ കപ്പലോടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് അയാളെ കപ്പലോട്ടക്കാരനാക്കാൻ ഞാൻ തീരുമാനിക്കുമ്പോഴാണ് എൻ്റെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിനായി ആ കുട്ടി ഒരുങ്ങുകയും ചെയ്യേണ്ടത്. അങ്ങനെയല്ല വിദ്യാഭ്യാസത്തെ കാണേണ്ടത്. ഓരോ മനുഷ്യനും ഓരോ വിളക്കാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞങ്ങൾ. അപ്പോൾ ഓരോ കുഞ്ഞും അങ്ങനെയാണ് രൂപപ്പെടുന്നതും രൂപപ്പെടേണ്ടത്. പക്ഷെ അവർ കുഞ്ഞുങ്ങളല്ലേ, അവർ വൈകുന്നേരം കളിക്കാൻ അവരുടെ കൂടെ വരുന്ന കുട്ടികൾ, ബാക്കി കുട്ടികൾ എല്ലാവരും സ്കൂളിൽ പോകുന്നവരാണ്. അപ്പൊ അവര് വന്നിട്ട് സ്കൂളിലത്തെ വിശേഷങ്ങളും അവിടെയും ഉണ്ട്, സ്കൂളിലും ഉണ്ട് നല്ലതും കാര്യങ്ങളും എല്ലാം. അപ്പൊ അവര് വന്നത് ഷെയർ ചെയ്തപ്പോ നിങ്ങളുടെ കുട്ടികൾ ഒരിക്കൽ പോലും അമ്മേ എന്നെ സ്കൂളിൽ വിടൂ, ഞാനും അവരുടെ കൂടെ സ്കൂളിൽ പോട്ടെ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലേ? ചോദിച്ചിട്ടില്ല ഇന്ന് വരെ അവർക്കൊരു ആഗ്രഹം. ബാഗ് തൂക്കി ബാംഗ്ലൂർ പോയപ്പോ അല്ല, ബാംഗ്ലൂർ 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഉണ്ടല്ലോ. അല്ല, അവർക്ക് അവരുടേതായ ഒരു ലോകം രൂപപ്പെടുത്താനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായി എന്നുള്ളതാണ്. അവർ ഇന്ന് വരെ ഞങ്ങൾ മറ്റുള്ള കുട്ടികളുമായിട്ട് കലഹിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് സൗഹൃദം രൂപപ്പെടുത്താനായിട്ട് അവരുടേതായ രീതികളുണ്ടല്ലോ, അത് രൂപപ്പെടും. നമ്മൾ രൂപപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ ആക്ഷേപങ്ങളൊക്കെ ഉള്ളത്. രൂപപ്പെടുത്തുമ്പോഴാണ് നമുക്ക് എവിടെയൊക്കെ പരിമിതികളുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടാ. അവർക്ക് അങ്ങനെ ഒരു പരിമിതിയൊന്നുമില്ല. ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. ഇന്നിപ്പോ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഇന്നൊരാള് ഡൂഡിൽ ആർട്ടിസ്റ്റ് ആണ്, ഇളയാള് പോട്ടറി മനസ്സിലായി, മറ്റാള് ഗ്രാഫിക് ഡിസൈനിങ്, മൂത്താള് അതും ഒന്നും പഠിച്ചിട്ടല്ല, ഫ്രണ്ടിന്റെ സ്ഥലത്ത് പോയിട്ട് പിന്നെ പഠിച്ചു. ഓക്കെ, അവരിലുള്ള കഴിവായിരുന്നു അത്. ആ കഴിവിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നിങ്ങൾ വീട്ടിൽ ചെയ്തു കൊടുത്തു. അതിൽ നിന്നും അവർ ഇന്നിപ്പോ അവരുടെ പ്രൊഫഷൻ കണ്ടെത്തിയിരിക്കുന്നു അല്ലേ? ഇളയാള് അഖില് ഡൂഡിൽ ആർട്ടിസ്റ്റാ. ഡൂഡിൽ ആർട്ട് എന്താണെന്ന് എനിക്കും അറിയാൻ പാടുണ്ടായിരുന്നില്ല. അവന് വരച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത, ഒരാളുടെ അടുത്തും പോയി പഠിച്ചതല്ല. ഇന്നയാളൊരു ഡൂഡിൽ ആർട്ടിസ്റ്റാണ്. അയാളത് മണ്ണിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അയാൾ ചൂളയെന്ന് പറഞ്ഞൊരു കുഞ്ഞു ബ്രാൻഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചൂളയിലൂടെ അയാളുടെ കുഞ്ഞു കുഞ്ഞു പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കുന്നുണ്ട്. അതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും ചെയ്തതല്ല. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അയാൾക്ക് മണ്ണ് വഴങ്ങും എന്ന് കണ്ടപ്പോൾ ഇത് പഠിക്കണമെന്ന് ചോദിച്ചു. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. അവൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനകത്ത് ഞങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല. അപ്പൊ അത് അവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ആ കുട്ടികളുടെ ഇഷ്ടത്തിൽ അവർ ഇന്നിപ്പോ വന്ന് നിൽക്കുകയായിരുന്നു അല്ലേ? ഇവരിപ്പൊ ഇത്രയും വലുതായി ഇന്നിപ്പോ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിലും അവർക്ക് ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ മുന്നേ അത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ പ്രൊഫഷനിലേക്ക് എത്താമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും കുട്ടികൾക്ക് വന്നിട്ടുണ്ട്? അതിപ്പോ ഞങ്ങൾ മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി തരുന്ന മറുപടി ആയിട്ട് മാറും. അച്ഛനും അമ്മയും ഇപ്പൊ നമുക്ക് കുട്ടികളെ അടുത്തില്ല, അച്ഛനും അമ്മ എന്നുള്ള രീതിയിൽ അമ്മയുടെ അടുത്താണെങ്കിലും കുട്ടികൾ വന്നിട്ട് അങ്ങനെ ഒരു അഭിപ്രായമോ കംപ്ലൈന്റോ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അവര് ഇപ്പൊ വളരെ ഇതായിട്ട് ഫാർമേഴ്സിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് ഒരു മുഖ്യധാര സംവിധാനങ്ങൾക്കകത്തുണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഈ ആൾക്കൂട്ടം എന്ന് പറയുന്ന കോളേജ് സ്കൂൾ എന്നൊക്കെ പറയുന്ന സിസ്റ്റത്തിന്. അതിൻ്റെ ഒരു 3 ഇരട്ടി ആളുകൾ ഓരോ ആഴ്ചയും വരുന്നുണ്ട്. ഒരാഴ്ച 40-45 പേരെങ്കിലും. ഇന്നലെ നടന്ന ക്യാമ്പുകൾ യുവാക്കളുടെ ആർട്ടിസ്റ്റുകളുടെയാണ്. അവിടെ വന്നു കഴിയുമ്പോൾ ഈ 2 കുട്ടികൾ സ്കൂളിൽ പോകാതെ ഇവരോടൊപ്പം മിങ്കിൾ ചെയ്യുമ്പോൾ, അങ്ങനെ പോകാത്ത കുട്ടികളാണ് ഇവരുമായിട്ട് മിങ്കിൾ ചെയ്യണമെന്ന് മനസ്സിലാകുമ്പോഴേ അവരിങ്ങനെ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളെത്ര ഭാഗ്യവാന്മാരാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. സമ്മർദ്ദങ്ങൾ എത്രത്തോളം, ഞാൻ പറയണത് ഇത് വലിയൊരു മോഡലാണെന്നുള്ള അർത്ഥത്തിലല്ല, കുട്ടികളെ ഏൽക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ്. അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയോ സഹായിക്കുകയോ ചെയ്യാത്ത മുതിർന്ന തലമുറയാണ് നമ്മളതിൽ ആക്ഷേപിക്കേണ്ടതുണ്ട്. നമ്മൾ തലകുനിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാതെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ രൂപപ്പെടുത്താതെ നമ്മളുടെ താല്പര്യങ്ങളും സമൂഹം മുൻകൂട്ടി തീരുമാനിച്ചു വെച്ച ഒരു സിസ്റ്റത്തിലും അപ്ലൈ ചെയ്യാവുന്ന രീതിയിലേക്ക് ഒരു ടൂളാക്കി അവരെ മാറ്റുന്നതാണ് അബദ്ധങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് നമുക്ക് ഇനി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക? നമ്മളതിൻ്റെ ഏറ്റവും സാധ്യതയുള്ളൊരു പുരോഗമിച്ചൊരു കാലത്താണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. സാങ്കേതികവിദ്യകൾ, സയൻസ്, സാങ്കേതികവിദ്യകളൊക്കെ അത്രത്തോളം പുരോഗമിച്ചൊരു കാലത്തും നമ്മളിപ്പോഴും കെട്ടിടത്തിൻ്റെ അകത്തിരുത്തി 60-40 കുട്ടികളെ ഒരുമിച്ചിരുത്തി പഠിപ്പിച്ച് കളയാമെന്ന് തീരുമാനിക്കുന്ന എന്തൊരു അബദ്ധമായ തീരുമാനങ്ങളാണ്. ലോകം വികസിച്ചിട്ടുണ്ട്.
നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞു ടൂൾ കൊണ്ട് നമ്മൾ 2.5 കൊല്ലം കൊറോണ സമയത്ത് ഈ കുട്ടികളെ പഠിപ്പിച്ച് 99% വിജയിച്ചു എന്ന് അവകാശപ്പെടുന്ന നമ്മളാണ് ആ കാലം കഴിഞ്ഞപ്പോൾ ഉടനെ ആ ടൂളിനെ പറ്റി അവരോട് ആക്ഷേപം പറഞ്ഞു. അതിൽ വരുന്ന സാധനങ്ങളൊക്കെ മോശമാണെന്ന് പറഞ്ഞു. ആ തിരിച്ചറിവിൽ നമ്മളുണ്ടാക്കുന്ന, നമ്മളെ ഭയപ്പെടുത്തി നമ്മളെ രൂപപ്പെടുത്തിയ ഭയങ്ങളൊക്കെ നമ്മൾ പേറി നമ്മളുടെ അടുത്ത ജനറേഷനിലേക്കും ആ ഭയം തന്നെ കൊടുക്കുക. അനുസരിപ്പിച്ചും ഭയപ്പെടുത്തിയും ജീവിപ്പിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ രൂപപ്പെടുത്തി കിടന്നു. പ്രത്യേകിച്ച് മലയാളിയുടെ സാധ്യതകൾ വളരെ വലുതാണ്. ഇന്ത്യയിൽ മലയാളിയെപ്പോലെ ഒരു സാഹചര്യമുള്ള മറ്റേത് സ്റ്റേറ്റ് ഉണ്ട്? ഒരു മനുഷ്യനായി രൂപപ്പെടുക, ഒരു പൗരബോധത്തോടെ ഉത്തരവാദിത്തോടെ ഒരു പൗരനായി ജീവിക്കാൻ അവനെ പ്രാപ്തമാക്കുന്ന ഒരു പ്രോസസ്സിനെ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് 18 കൊല്ലമൊന്നും ആവശ്യമില്ലെന്നേ. 18 കൊല്ലം ഒരു കുട്ടിയുടെ സമയത്തെ നമ്മൾ ഈ വിദ്യാഭ്യാസ പാക്കേജിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് പഠിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ഇന്ന് അത്രത്തോളം സാങ്കേതിക വിദ്യകൾ വളർന്നു. നമ്മൾ പെരിക്കപ്പെട്ടി പഠിച്ചിട്ടില്ലേ? 8 40 6 48 എന്നൊക്കെ പറഞ്ഞ് കാണാപ്പടം പഠിച്ചിട്ടുണ്ട്. ഇനി ഈ കുട്ടികൾക്കത് ആവശ്യമില്ല. അവരുടെ 365 ദിവസവും ഞാൻ പറഞ്ഞില്ലേ 24 മണിക്കൂറും കൊണ്ടുനടക്കുന്ന ഒരു ടൂളിനകത്ത് ലോകത്തിൻ്റെ എല്ലാത്തരം ഇൻഫർമേഷനും സപ്ലൈ ചെയ്യുന്നുണ്ട് അതിനകത്ത്. പിന്നെ സ്റ്റോർ ചെയ്ത് നമ്മൾ ഇത്രയും പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ലോകം മാറിയിട്ടുള്ളതനുസരിച്ച് നവീകരിക്കപ്പെടാൻ വിദ്യാഭ്യാസം തയ്യാറായില്ലെങ്കിൽ, ആ സിസ്റ്റം തയ്യാറാക്കിയില്ലെങ്കിൽ, ഒരു വ്യവസ്ഥിതി തയ്യാറാക്കിയില്ലെങ്കിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും. കാരണം 25 കൊല്ലത്തിന് മുമ്പ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്ത് കുട്ടികളെ ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടു നടക്കുമ്പോൾ ഞങ്ങളോട് അന്ന് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യത്തിനൊന്നൊരു പുതുമയില്ല. കാരണം ഞങ്ങൾ 25 വർഷം നടന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇന്നിപ്പോൾ നിങ്ങൾ ഷൊർണൂർ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. വൈഫിനും വല്ലാർപ്പാടും ഒക്കെ വിട്ടു നേരെ ഷൊർണൂർ 10 ഏക്കർ ഭൂമി വാങ്ങി അവിടെ സസ്റ്റൈനബിൾ ലിവിങ് ഫാമേഴ്സ് ഷെയർ ആയിട്ട് ഇന്നിപ്പോൾ തുടങ്ങിയിരിക്കുന്നു. ആ ഒരു തുടക്കം ഇപ്പൊ എത്ര വർഷമായി ഷൊർണൂർ വണ്ടി കയറിയിട്ട്? 9 കൊല്ലം. ആ ഒരു ചിന്ത എന്തുകൊണ്ടാണ് ചേട്ടാ ഈ വൈപ്പിനും വല്ലാർപ്പാടം വിട്ട് ഷൊർണൂർ മണ്ണിലേക്ക് പോയത്? വൈപ്പിൽ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പ്രായോഗികമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വൈപ്പിൻ്റെ അന്തരീക്ഷം അറിയാമല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്ന കേരളത്തിൻ്റെ ഒരു സാധ്യതയുടെ വിഭവങ്ങളുണ്ട് കേരളത്തിന്. അതായത് കേരളത്തിലെ കാർഷിക മേഖലയ്ക്കകത്ത് ഒരുപാട് സാധ്യതകളുള്ള ഉൽപ്പന്നങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കെൽപ്പ് എനിക്കുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ ഉപയോഗപ്പെടണമെന്നുണ്ടെങ്കിൽ അത്തരം ഒരു സ്പേസിനകത്ത് പോയാലേ കാര്യമുള്ളൂ. വൈപ്പിനിൽ എനിക്ക് സാധ്യമല്ല. ഒന്ന്, വൈപ്പിനിൽ 10 ഏക്കർ സ്ഥലം കിട്ടില്ല എന്നുള്ള. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ലാൻഡാണത്. അവിടേക്കാണ് ഞാൻ പോയത്. ബഷീർ മാഷിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ ഇതെടുത്തുകൊണ്ട് നമ്മളവിടെ കാർഷിക മേഖലയ്ക്ക് സാധ്യമാകുന്ന ഒരുപാട് വൈവിധ്യമാർന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ആദ്യം നടന്നത്. അതിൽ തന്നെ ഈ ഫാമേഴ്സ് ഷെയറിൽ ആദ്യം ചേട്ടൻ ചെയ്തത് എന്താണ്? അവിടെ ചെന്നപ്പോൾ ആദ്യം ചെയ്തത് ചെമ്പരത്തി നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്തത്. ചെമ്പരത്തിയിലായിരുന്നു തുടക്കം. ചെമ്പരത്തി പൂവാണ് ഞാൻ ഒരു ഉൽപ്പന്നമായിട്ട് എടുത്തത്. ഒരു ഉൽപ്പന്നമല്ല, ഒരുപാട് ഉൽപ്പന്നങ്ങൾ അതിൽ നിന്നുണ്ടാക്കാം. വൈവിധ്യമാർന്ന സർബത്തുകൾ, പെല്ലറ്റുകൾ, ചായക്ക് പകരമായിട്ടുള്ള സാധനങ്ങൾ. ഇത് തന്നെ ശംഖുപുഷ്പത്തിലുണ്ട്. ഈ 2 പൂക്കളാണ് അവിടെ കൃഷി ചെയ്യുന്നത്. ശരി, ആ പൂക്കളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ്. ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനകത്താണ് കാർഷിക മേഖലയ്ക്കകത്ത് ഞാൻ ഇടപെടുന്നതിൽ ഒന്നാമത്തേതായിട്ട് പരിഗണിച്ച സാധനങ്ങൾ. രണ്ടാമത്തത് നെയ്ത്താണ്. ഇപ്പം ഞാനിട്ടിരിക്കുന്ന വസ്ത്രം അവിടെ നെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് തറികളുണ്ട്. അപ്പോൾ ഞാൻ നാച്ചുറൽ കളറാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ നെയ്ത്ത് ശാലയുണ്ട്. കളിമൺ കളരിയുണ്ട്. കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. വേസ്റ്റും വാഴനാര്, അവിടെ വരുന്ന വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് പേപ്പറുകൾ ഉണ്ടാക്കുന്നുണ്ട്. പേപ്പർ കൊണ്ട് പുസ്തകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രാഫ്റ്റിൻ്റെ ഒരു പാർട്ടും അതിനകത്ത് നടക്കുന്നുണ്ട്. മറ്റൊന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഭക്ഷണം. ഇന്ന് കേരളത്തിന് പുറത്തു നിന്നും ആളുകൾ ഫാർമർ ഷെയറിൽ വരുന്നതിൽ ഒന്നാമത്തെ കാരണം അവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചിയും വൈവിധ്യമാർന്ന നിറങ്ങളിൽ ചാലിച്ച ഭക്ഷണങ്ങളെ കൗതുകത്തിൽ വരുന്നു ആളുകൾ. ഇപ്പോൾ അവിടെ എല്ലാ ആഴ്ചകളും സെപ്റ്റംബർ വരെ എനിക്ക് വീക്കെൻഡുകൾ ബുക്കിംഗ് ആണ്. സെപ്റ്റംബർ വരെ ബുക്കിംഗ് ആണ്. അതിൽ പ്രധാനമായിട്ടുള്ള അവിടെ താമസിക്കാൻ പറ്റും. 10-40 പേർക്ക് മിനിമം സൗകര്യങ്ങളേ ഉള്ളൂ. ഒരു സസ്റ്റൈനബിൾ ബിൽഡിംഗ് സിസ്റ്റമാണ് അവിടെ. ചെറിയ കൂടാരങ്ങൾ, അതിനകത്ത് താമസിക്കാം. 2 ദിവസം വളരെ ആകാശം കണ്ടും കാണാതെയൊക്കെ കിടക്കാവുന്ന ഒരു കുറച്ച് കുഞ്ഞു കൂടാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ അതിനുപയോഗിച്ചിട്ടുള്ളതും അതൊക്കെ കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു സസ്റ്റൈനബിൾ ബിൽഡിംഗ് കൺസെപ്റ്റാണ് അവിടെ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ ചുറ്റുവട്ടത്തുള്ള വേസ്റ്റായിട്ട് കളയുന്ന സാധനങ്ങൾ പുനരുപയോഗ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ കെട്ടിടങ്ങൾക്ക് വേറൊരു തരം സൗന്ദര്യമാണത്.
അപ്പോൾ ആ പരിമിതമായ സ്ഥലത്ത് തയ്യാറുള്ള ആളുകളൊക്കെ വരുള്ളൂ. അല്ല വലിയ AC സംവിധാനങ്ങളോ റിസോർട്ട് സംവിധാനങ്ങളോ ഒന്നുമില്ല അവിടെ. നമ്മളുടെ ഈ ലൈഫ് സ്റ്റൈലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആശയങ്ങൾ ഷെയർ ചെയ്യാൻ, അത് കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും വരുന്ന ആളുകളെ അവിടെ വരുള്ളൂ. അല്ലാതെ വലിയൊരു തള്ളിക്കയറ്റമല്ല ഇതിനാവശ്യപ്പെടുന്നത്. പക്ഷെ അത് വന്ന് അവിടെ താമസിക്കാതെ അത് വന്ന് വേണമെങ്കിൽ കണ്ടുപോരുന്ന രീതിയിൽ ആൾക്കാരും വരുന്നുണ്ട് അല്ലേ? അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ചെമ്പരത്തി പൂവിന്റെ ചായ കൊടുക്കുന്നുണ്ട്, ശംഖുപുഷ്പത്തി എന്നുള്ള ചായ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതും കൈത്തറി ചെയ്യുന്നതും കളർ ഡൈ ചെയ്യുന്ന പ്രോസസ്സും ഈ പറയുന്ന ക്ലേയുടെ മോഡലിംഗ് നിങ്ങൾ ചെയ്യുന്നതും ഇതെല്ലാം അവിടെ വരുന്ന ആൾക്കാർക്ക് കണ്ടുപോരാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. കണ്ടുപോരുമല്ല, അവർക്ക് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ടൈയിങ് ഉണ്ട്, ടൈ ആൻഡ് ഡൈ ഉണ്ട്, എൻട്രി ഫീയോ അങ്ങനെ എന്തെങ്കിലും ഫീസ്. എൻട്രി അല്ല, അതിനൊരു പാക്കേജ് ഉണ്ട് അതിനകത്ത്. ഇപ്പം 3 ദിവസമായിരിക്കും ചിലപ്പോൾ. ഞങ്ങൾ തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ള പൊലിക എന്ന് പറഞ്ഞ ഒരു ക്യാമ്പ് ഉണ്ട്. അതൊരു 3 ദിവസമാണ്. വെള്ളിയാഴ്ച വന്ന് ഞായറാഴ്ച തിരിച്ചു പോകാം. അതല്ലാതെ തന്നെ കേരളത്തിൽ യാത്രാ ഗ്രൂപ്പുകൾ ധാരാളമുണ്ട്. ലേഡീസ് ഓൺലി ആയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്, അല്ലാതെ ജനറലായിട്ട് വരുന്നുണ്ട്. അവരെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ട് അവർ അനൗൺസ് ചെയ്യും നമ്മളുടെ അടുത്തേക്ക് ഫാർമഷെയറിലേക്ക് വരും. അങ്ങനെ വരുന്ന ആളുകളുണ്ട് 2 ദിവസവും 3 ദിവസമൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വിരുന്നൊരുക്കുന്നത് ഈ ഭക്ഷണം ഒന്നാമതാണ്. അപ്പോൾ ശംഖുപുഷ്പവും ചെമ്പരത്തിയും എന്താ പറയുക, വെജിറ്റേറിയൻ്റെ ഒരു അത്ഭുതം നമ്മൾ ഉണ്ടാക്കാൻ കൽപ്പുണ്ട്. കാരണം ഞാൻ ഈ കൊച്ചിയിൽ ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് നടത്തിയിരുന്ന ആളാണ് ഞാൻ, നാച്ചുറോപ്പതി റെസ്റ്റോറൻറ്റ്. അപ്പം എനിക്ക് ഭക്ഷണത്തോടുള്ള കൗതുകം എനിക്കുണ്ട്. അപ്പോൾ ഭക്ഷണത്തിലുള്ള വൈവിധ്യം എന്ന് പറയുന്നത് അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ വിളമ്പുന്ന ഭക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ അവിടെ ഷൊർണൂർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണോ? അവിടെ മാത്രമുള്ളതല്ല, എൻ്റെ ചുറ്റുവട്ടത്ത് കർഷകരുണ്ട് ധാരാളം. അവരുമായിട്ട് സഹകരിച്ചും അവിടെയുള്ള അവൈലബിലിറ്റി ആയിട്ടുള്ള സാധനം അവരുടെ അവിടെ ലഭ്യമാകുന്ന വസ്തുക്കളെയും കൂടി ഞാൻ ആ മെനുവിൽ ഉൾപ്പെടുത്തും. ഇപ്പം അനിത എൻ്റെ ഒരു സുഹൃത്താണ്, അവരുടെ ഫാമുണ്ട് അവിടെ. ശ്രീജ ആറങ്ങോട്ട് വരാം. ശ്രീജയുടെ ഫാമിൽ അരിയുണ്ട്. ഇല്യാസ് തൊട്ടടുത്തുണ്ട്. ഇല്യാസ് കൃഷി ചെയ്യുന്നിടത്തുനിന്ന് പപ്പായ കിട്ടും. അങ്ങനെ സഹകരിച്ച് ജീവിക്കുന്നതിന്റെ ഒരു രീതിയും കൂടിയാണ് നമ്മൾ. എല്ലാം ഓർഗാനിക് ആയിട്ട്, എല്ലാം ഓർഗാനിക് എന്നല്ല, സീസണലാണ്. അങ്ങനെ അതാണ് കുറച്ചുകൂടി സീസണൽ ആയിട്ടുള്ള ഇത് വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നതെല്ലാം. ഓക്കെ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങാനും പറ്റുമോ ആൾക്കാർ? ഒരു കുഞ്ഞു സ്റ്റോറുണ്ട്, പ്രൊഡക്റ്റ് സ്റ്റോറുണ്ട്. നമുക്ക് അവിടെ പെല്ലറ്റുകൾ, ടീ പെല്ലറ്റുകളുണ്ട്, നല്ല തേനുണ്ട്, സർബത്തുകളുണ്ട്, അച്ചാറുകളുണ്ട്, വളരെ ഹെൽത്തി ആയിട്ടുള്ള കോക്കനട്ട് വിനെഗറിൽ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറുകളുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു നിരയുണ്ട്. മൺപാത്രങ്ങളുണ്ട്, തുണിയുണ്ട്, പുസ്തകങ്ങൾ ഉണ്ട്. അതൊക്കെ വാങ്ങിക്കാം. അവിടുന്ന് തന്നെ കൈത്തറി ചെയ്ത് എടുത്ത് ഡൈ ചെയ്ത് കഴിഞ്ഞ മെറ്റീരിയൽ നിങ്ങൾ പുറത്തേക്ക് വിൽക്കുന്നുണ്ട്. വലിയൊരു വിപണിയൊന്നും ആയിട്ടില്ല, പക്ഷെ ഓൺലൈനിലുണ്ട്. അല്ലാതെ അവിടെ വരുന്ന ആളുകൾ കണ്ടിട്ട് വാങ്ങിക്കുന്ന ആളുകളുണ്ട്. ഖാദി തന്നെയാണത്. കേരള ഖാദിയുമായിട്ട് നമ്മൾ പട്ടാമ്പിയിലുള്ള ഖാദി അസോസിയേറ്റ് ആയിട്ട് ചെയ്യുന്ന 5 തറികളാണ് അവിടെ ഉണ്ടായത്. ഓക്കെ. അവിടെ വന്നു പോകുമ്പോൾ, അതായത് പൊലികയിലൂടെ വന്നു കഴിഞ്ഞാൽ, ഈ ക്യാമ്പിലൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ പല ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കിട്ടുക. നിങ്ങൾ ഇത്രയും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ അവിടെ ജീവിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. പല അറിവുകളും നമുക്ക് കിട്ടുകയാണ്. ഇതിലൂടെ വേറെ ഇത്രയും നല്ലൊരു മെസ്സേജ് തന്നെയാണ് സസ്റ്റൈനബിൾ ലിവിങ്ങിലൂടെ നിങ്ങൾ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യാത്രയിൽ അവിടെ വന്ന് ചേട്ടനെ ഓർത്ത് വെക്കുന്ന നല്ലൊരു മെമ്മറിയോ എന്തെങ്കിലും ഞങ്ങളെടുത്ത്, അല്ലെങ്കിൽ വന്ന് കണ്ട ഒരു വ്യക്തി പറഞ്ഞൊരു അനുഭവമോ അങ്ങനെ എന്തെങ്കിലും? അതങ്ങനെ ഒരെണ്ണമായിട്ടൊന്നുമല്ല, ഒരുപാടുണ്ട്. ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയോ? പറയൂ. എൻ്റെ വ്യക്തിപരമായൊരു കമൻ്റാണ് ഞാൻ പറയണത്. എനിക്ക് മനുഷ്യരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മനുഷ്യരെയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റൊന്നിനെ പറ്റുള്ളൂ. എനിക്ക് അത്ര ഇഷ്ടമാണ് മനുഷ്യരെ. മനുഷ്യർക്ക് വിരുന്നൊരുക്കുക എന്ന് പറയുന്നതിനോളം വലിയൊരു എനർജി ഈ ഭൂമിയിൽ കിട്ടാറില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 പേരും അടുക്കളയിൽ കയറിയാൽ രാവിലെ തുടങ്ങി ഉച്ചവരെ ഉണ്ടാക്കി തീരുന്ന എന്താണോ അത് കൊടുക്കും. ചിലപ്പോൾ ഒരു 16 തരം സാധനം ഉണ്ടാവും, ചിലപ്പോൾ 12 തരം. ചേട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റം മെനു എൻ്റെതാണ്. വേവിച്ചതെല്ലാം ഇയാളിലേക്ക് പോകും. വേവിക്കാത്തത് സാലഡ്സ്, പല വെറൈറ്റികളാണ്. അവൈലബിലിറ്റി ആണ്. അതിപ്പോ അവൈലബിലിറ്റി അനുസരിച്ച് ഭക്ഷണത്തിന്റെ രുചികളും വൈവിധ്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ കൽപ്പുണ്ട് എനിക്ക്. ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ആളുകൾ ഭയങ്കര, ഞാൻ പറയണത് അതാണ്, മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരു ഭക്ഷണം കഴിക്കുമ്പോഴാണ്. ഈ സുവിശേഷങ്ങളൊക്കെ പറയുന്നത് ഞാനൊരു 15-20 മിനിറ്റേ പറയുള്ളൂ.
അതോടുത്ത് അവനെ മതിയാവും അവർക്ക്. കാരണം അവർക്കൊന്നും പെട്ടെന്ന് അവർക്ക് ഇഷ്ടമാണ് അത് കേൾക്കുന്നത്. പക്ഷേ അവരെ നമ്മൾ വിഷമിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ഓരോരോ പരിമിതികൾക്കകത്തായിരിക്കും അവരൊക്കെ കടന്നു വന്നുള്ളത്. ഇപ്പം എൻ്റെ സാഹചര്യങ്ങൾക്കകത്തല്ലല്ലോ അവരെല്ലാം. അപ്പം ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു തരം ഭാഷയും ഞാൻ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരോട് ചെയ്യാറില്ല. ഒരു പോരായ്മയാണെന്നോ. പക്ഷേ ഒരു സാധ്യതയെ പറ്റി ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കൊരു യൂട്ടേൺ സ്പേസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിനകത്ത്. എപ്പോഴാണോ നമുക്ക് തൃപ്തികരമായൊരു ജീവിതം ജീവിക്കാനായിട്ടുള്ള ധൈര്യവും ധാരണയും ഉണ്ടാകുന്നത്, ആ സമയത്ത് നിങ്ങൾക്കൊരു യൂട്ടേൺ സ്പേസ് ഉണ്ട്. നിങ്ങളത് തിരിച്ചറിയണമെന്ന് ഞാൻ പറയാറുണ്ട്. അല്ലാതെ ഭയപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഈ സമൂഹം നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുക എന്നല്ലാതെ നമ്മൾക്ക് മേൽ നിയമം കൊണ്ട് നമ്മളൊന്നും ചെയ്യില്ല. അപ്പം അല്ലെങ്കിൽ ഞങ്ങൾ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമം വേണമെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാം. അവൻ്റെ പ്രാഥമിക അവകാശമായ വിദ്യാഭ്യാസം നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെയല്ല ഈ സമൂഹത്തെ ഞങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ആ സമൂഹത്തോട് ഞങ്ങൾക്ക് സംവദിക്കാനായിട്ടുള്ള ഏറ്റവും മാന്യമായ ഭാഷ കൊണ്ട് ഏറ്റവും സൗഹാർദ്ദപരമായ ഒരു രീതിയിലുള്ള ഷെയറിംഗ് ആണ് നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ഒന്ന് ഫാമേഴ്സ് ഷെയറിൽ വന്ന പൊലികയിലൂടെ ഫാമേഴ്സ് ഷെയറിൽ ഒന്ന് എത്തുകയോ അവിടെ വന്ന മണ്ണും പ്രകൃതിയും ഭൂമിയും ഇതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരുടെ മോഹങ്ങളെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റുമായിരിക്കും. അങ്ങനെ ആരുടെങ്കിലും ഒരു അനുഭവം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അത് ഓരോ ക്യാമ്പ് വരുമ്പോഴും അതിൻ്റെ റിവ്യൂ എടുക്കുക. ആ സമയത്ത് തന്നെ 40 പേര് ഒരുമിച്ചിരുന്നവർ പറയും. ആ വാക്കുകൾക്കകത്ത് കരയാതെ പോകുന്ന ഒരു സംഘം ഉണ്ടായിട്ടില്ല. ഇന്നലെ 47 കുട്ടികളായിരുന്നു, ചെറുപ്പക്കാരായിരുന്നു അവിടെ. ആ 47 കുഞ്ഞുങ്ങളിൽ ഒരു 6-7 പേര് കരഞ്ഞ് പിഴിഞ്ഞിട്ട് അവർക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് റിലാക്സ് ഉണ്ടാക്കുന്നത് ഒരു യാഥാർത്ഥ്യം അവരുടെ ജീവിതത്തിനകത്ത് ഈ സ്പേസുകൾ കൊടുക്കുന്ന ഈ സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ ഫാർമേഴ്സ് ഷെയർ എന്ന് പറഞ്ഞ ഒരു 100 ഫാർമേഴ്സ് ഷെയർ പോലുള്ള സ്പേസുകൾ കർഷകർക്ക് ഒരുപാട് സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കേരളം അനന്ത സാധ്യതയുള്ള വിഭവങ്ങളുടെ ഒരു ശേഖരണമുള്ള സ്ഥലമാണ് കേരളം. ഇവിടെ ഒരു വർഷം കൊഴിഞ്ഞു പോകുന്ന പഴവിഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ കർഷകൻ്റെ ഒരു പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന അത്രയ്ക്ക് വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. പഴങ്ങളുടെ പേരുകൾ തന്നെ പറഞ്ഞാൽ നമുക്ക് തീരില്ല, അത്രയും പഴവർഗ്ഗങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ഇത്രയും സുന്ദരമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുക നമ്മൾക്ക് കർഷകർക്ക് അതൊരു വൈൻ ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യം നിയമപരമായി അനുവദിച്ചു കൊടുത്താൽ അവരുടെ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കും. ഒരു വർഷം മലയാളി കുടിച്ചു തീർക്കുന്ന മദ്യത്തിൻ്റെ കണക്ക് വെച്ച് നോക്കിയാൽ അതിൻ്റെ 2% വൈൻ ഉൽപ്പാദിപ്പിച്ചിട്ട് ഈ മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ ഇവിടുത്തെ കാർഷിക പ്രശ്നങ്ങളിൽ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകും. കൊഴിഞ്ഞു പോകുന്ന ജാതിക്ക, ഞാവൽ, മറ്റ് പുളിവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഒക്കെ ഉണ്ട്. ചക്കമാങ്ങയൊന്നും പറയണില്ല, അത് പൊതുവെ മലയാളിക്ക് അറിയാവുന്ന. മലയാളി പരിഗണിക്കാതെ പോകുന്ന വിഭവങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് കേരളത്തിൻ്റെ പശ്ചിമഘട്ട മേഖലയിൽ. ഞാൻ പറഞ്ഞല്ലോ, കേരളം 2-3 തട്ടുകളിലായിട്ട് ഏറ്റവും സുന്ദരമായ ഭൂപ്രകൃതി നിലനിർത്തുന്നൊരു സംസ്ഥാനമാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഈ 3 തരം സാംസ്കാരിക പൈതൃകം കൊണ്ട് നടക്കുന്ന ഭൂമികയ്ക്കകത്ത് നമ്മളിപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്നത് നമ്മളെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് തന്നെയാണ്. സമൃദ്ധമായി ജീവിക്കാനായിട്ടുള്ള വിഭവങ്ങളുണ്ടായിരിക്കെ അതിനെ പരിഗണിക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഞാൻ മറ്റൊന്നുകൂടി അതിനോടൊപ്പം പറയാം. നമ്മൾ ഈ കറൻസി എന്ന് പറയുന്നൊരു വിഭവത്തെ നമ്മൾ സമ്പത്തായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ കറൻസി എന്ന വിഭവം ഒരു മെറ്റീരിയലാണെന്നും അത് കൽപ്പിച്ചതിൻ്റെ മൂല്യം മാത്രം അതിനുള്ളൊന്നും തിരിച്ചറിയുന്നൊരു സമൂഹം ഉണ്ടായി വരുമ്പോഴാണ് നമുക്ക് പണത്തോടുള്ള ഈ ആർത്തി അവസാനിക്കുകയുള്ളൂ. പണം എന്ന് പറയുന്ന ഒരു വിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ്, അല്ലാതെ അതൊരു സമ്പത്തല്ല. അടിസ്ഥാനപരമായിട്ട് അത് ക്രിയേറ്റ് ചെയ്തതാണ് നമ്മളൊരു സമൂഹം വിനിമയം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഡിസൈൻ ചെയ്തൊരു മെറ്റീരിയലിനെ നമ്മളതിനെ സമ്പത്തായിട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മളിന്ന് സമ്പത്ത് എന്നുള്ള പേരിൽ കറൻസി കറൻസി ശേഖരിച്ച് വയ്ക്കാവുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് തൊഴിലിനെ കാണുക ചെയ്യുന്നത്. തൊഴിലിൻ്റെ അകത്ത് തൊഴിലെടുക്കുന്ന മനുഷ്യർക്ക് തൊഴിലിൻ്റെ ഇടങ്ങളിൽ ആനന്ദമില്ല. മുഷിഞ്ഞാണ് എല്ലാ തൊഴിലിടങ്ങളിലും മനുഷ്യർ ജീവിക്കുന്നത്. അവരുടെ ജീവിതം അന്വേഷിക്കാൻ തിരിച്ചു വരുമ്പോഴേക്കും അവർ ഏതാണ്ട് അവശതയായിട്ടുണ്ടാവും. അവർ 60 വയസ്സ് വരെ പണിയെടുക്കുന്ന ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഗതികേട് കൊണ്ട് പണിയെടുക്കുന്ന മലയാളിയാണ് നമ്മൾ. അപ്പം ആസ്വാദനത്തിൻ്റെ തലങ്ങളൊക്കെ മാറി. നമ്മൾക്ക് അധ്വാനത്തിനകത്ത് ആനന്ദമില്ലെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. അധ്വാനം പണം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണെന്ന് ധരിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ എല്ലാത്തരം ക്രിയേറ്റിവിറ്റികളെയും കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കറൻസി ആയതുകൊണ്ട് നമ്മളുടെ മുഷിപ്പ് കൂടുതലാണ്. നമ്മൾ കറൻസി ഉൽപ്പാദിപ്പിച്ച് ശേഖരിച്ച് വെച്ച് നമ്മൾ സുരക്ഷിതരായിരിക്കാം എന്ന് ധരിക്കുന്നതിലൂടെ നമ്മൾ പണം ശേഖരിച്ച് വെക്കുന്നുണ്ട്, പക്ഷേ ജീവിതം ആസ്വദിക്കുന്നില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അത് മൂല്യമുള്ളൊരു വസ്തുവേ അല്ല പണം എന്ന് മനസ്സിലാക്കണം. മൂല്യം കൽപ്പിച്ചതുകൊണ്ട് മാത്രമുള്ള
വാല്യൂ അതിനുള്ളു. വിഭവങ്ങൾക്കാണ് മൂല്യം. കേരളത്തിൻ്റെ വിഭവങ്ങളുടെ മൂല്യം അളന്നാൽ കേരളം നമുക്ക് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യമാക്കി മാറ്റാം. അത്രയും വിഭവങ്ങളുണ്ട് കേരളത്തിൽ. അത്രയും വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാഹചര്യമുള്ള മണ്ണാണ് ഇവിടെ. 44 നദികളുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സാധ്യതയല്ലേ. ഈ നാടിനെയാണ് നമ്മൾ എന്തൊക്കെ പ്രതിസന്ധികൾ പറഞ്ഞാണ് നമ്മൾ പിന്നോട്ട് വലിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.